തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. മുൻവർഷങ്ങളിലെ വ്യോമരക്ഷാ പ്രവർത്തനത്തിന് കേരളത്തോട് ഇപ്പോൾ പണം ചോദിച്ച കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മുൻവർഷങ്ങളിലെ ദുരന്തങ്ങളുടെ ചാർജുകൾ ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് വിശദീകരണം തേടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര രൂപ നൽകാനാകുമെന്നും കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പിന്നാലെ ദുരന്തമുഖത്ത് കേന്ദ്ര സഹായത്തിന് കേരളം 132.62 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം കത്ത് നൽകിയിരുന്നു. ഇതിനെതിരെ വിമർശനമുയർന്നതിന് പിന്നാലെയാണ് കത്ത് ഹൈക്കോടതിയിലെത്തിയത്. കേന്ദ്രം സമർപ്പിച്ച ബില്ലുകളിൽ 13 കോടി രൂപ മാത്രമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് ചെലവായത്. ബാക്കി തുക 8 വർഷം മുൻപ് വരെ നടന്ന ദുരന്തങ്ങളിലെ സഹായത്തിനും കൂടി ചേർത്താണ്. ആദ്യ ബില്ല് 2006 ദുരന്തത്തിൻ്റേതാണ്. ഇതെല്ലാം ഇപ്പോഴെങ്ങനെയാണ് കടന്നു വന്നതെന്നും ഈ സമയത്താണോ എല്ലാ ബില്ലുകളും ഒരുമിച്ച് നൽകുന്നതെന്നും കോടതി കേന്ദ്രത്തോട് ചോദിച്ചു. 132 കോടി കേന്ദ്രത്തിലേക്ക് അടയ്ക്കുന്നതിന് പകരം ഇപ്പോൾ പൂർത്തിയാക്കേണ്ട അടിയന്തര ആവശ്യങ്ങൾക്ക് ചെലവിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. 2016-2017 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ എന്തിനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് എന്നായിരുന്നു കോടതി ചോദിച്ചത്. മുന്നിലുള്ള ദുരന്തത്തെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദീകരണം തേടി. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിന് കണക്ക് കൊടുത്തെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഔദ്യോഗികമായി കത്ത് കിട്ടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ കേന്ദ്രത്തോട് അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര രൂപ നൽകാനാകുമെന്നും കോടതി ചോദിച്ചു. കേസ് അടുത്ത ജനുവരി 10 വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.